എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇടുക്കി ജില്ലയിലെ കൊന്നത്തടി പഞ്ചായത്തിലെ കർഷകനായ ശ്രീ ജോസ് മാപ്രയിലിൻ്റെ അരികിലാണ്. അദ്ദേഹം കൊക്കോ വിളവെടുത്തിട്ട് അത് സംസ്കരിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് കായ്കൾ പൊട്ടിക്കുന്ന ഒരു തിരക്കിലാണ്. നമസ്കാരം ചേട്ടാ, ഇതൊന്ന് പൊട്ടിച്ചേ. ഇതിപ്പം വട്ടം പൊട്ടിക്കുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. നീളത്തിൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് അരിഞ്ഞ് ആടിന് കൊടുക്കാൻ എളുപ്പമുണ്ട്. തൊണ്ട് ആടിന് തീറ്റയും കൂടെ, ആടിനും പശുവിനൊക്കെ ഇങ്ങനെ റൗണ്ടിൽ പൊട്ടിക്കാം. പക്ഷേ നമുക്ക് ഇങ്ങനെ നീളത്തിൽ പൊട്ടിക്കുകയാണെങ്കിൽ ഇങ്ങനെ അരിഞ്ഞ് എടുക്കാനും ഇതിനകത്ത് പരിപ്പെടുക്കാനും. ഇതാണ് ബീൻസ് അല്ലേ? ഇതാണ് ഇതൊരു ആവറേജ് കൊക്കോയാണ്. തൊണ്ട് കെട്ടി സ്വല്പം കൂടുതലാണ്. ഇതിന് തൊട്ടുണ്ടി കുറഞ്ഞ നല്ല സൈസ് ഉണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ പൊടിച്ച് നമ്മളിങ്ങനെ വെച്ചിട്ട് 2 ദിവസം വെച്ചിട്ട് നമ്മൾ ചാക്കിലോ അല്ലെങ്കിൽ ഹോളുള്ള പ്ലാസ്റ്റിക് കൊട്ടയിലോ മറ്റോ ഇത് കുടഞ്ഞിടും. കുടഞ്ഞിപ്പോൾ ഇതിൻ്റെ വെള്ളം മാറുന്ന പോയിട്ട് ഇത് പുളിക്കും, ചൂടുണ്ടാവും. എന്നിട്ട് നമ്മൾ ഉണക്കിയെടുക്കും. പുളിച്ച് ഒരു